ഇങ്ങനെ എല്ലാവരും കൂടി ദുബായിൽ കേരളോത്സവം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. മുന്നേയും കേരളോത്സവത്തിന് പോയിട്ടുണ്ട്, അതൊന്നും വീഡിയോ എടുത്തില്ല എന്നുള്ളൂ. ഇത് ഒരുമ പറഞ്ഞിട്ടുള്ളൊരു ഇത് നടത്തുന്നതാണ് ഈ കേരളോത്സവം. നല്ല രസമുള്ള പരിപാടി കേട്ടോ. 2 ദിവസത്തെ പരിപാടി ഉണ്ടാവുക. അതിൽ ഇന്ന് ഫസ്റ്റത്തെ ദിവസമാണ്. പിന്നെ ഡിസംബർ മാസമായ കാരണം നല്ല കാലാവസ്ഥയും കൂടെ ആയിരുന്നു, എൻജോയ് ചെയ്യാനൊക്കെ. 2 ദിവസം നല്ല ജനങ്ങളുള്ള നല്ലൊരു പരിപാടി തന്നെയാണ് കേട്ടോ ഈ കേരളോത്സവം. പിന്നെ നടക്കുന്നത് കിസീസിലാണ്. ഇപ്പോൾ അൽക്കൂസിൽ നിന്ന് അങ്ങോട്ട് പോയി ഞങ്ങൾ ചെല്ലുമ്പോഴത്തേനും മേളം ഒരു വിധം അവസാനിക്കാനായിട്ടുണ്ടായിരുന്നു. 4 മണിക്കാണ് മേളം തുടങ്ങുക. ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ അത് അവസാനിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തുന്നത്. പിന്നെ ഒരു ഉത്സവത്തിൽ എന്തൊക്കെ ഉണ്ട് ആ തരം കടകളൊക്കെ അവിടെ ഉണ്ട്. കുട്ടികളെ കളിപ്പാട്ടായിക്കോട്ടെ, ഐസറിനടക്കം 2 സൈഡിലും എല്ലാവിധ കിസ് മത്സരം അങ്ങനെയുള്ള എല്ലാവിധ ഇതിൻ്റെ കടകളും അവർ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ 2 സ്റ്റേജാണ് ഉണ്ടായിരുന്നത്. 2 സ്റ്റേജും പോലും നല്ല നല്ല പരിപാടികൾ ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ കുറേ കുറച്ചുകൂടി കഴിഞ്ഞാൽ ബാൻഡ് വരാനും ഇരിക്കുന്നുണ്ട്, സച്ചിൻ വാര്യൻ പിന്നെ അതുപോലെ ആര്യദയാലിൻ്റെ ഒക്കെ. അപ്പം അത് കുറച്ചുകൂടി ടൈം വൈകിട്ടേ തുടങ്ങുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. മന്ത്രി റിയാസ് സാറൊക്കെ ആയിരുന്നു ഉദ്ഘാടനത്തിനൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഇത് കടക്കണോടത്തുള്ള ഒരു ഇതാണ്, അവിടെയാണ് ആദ്യം പലതരത്തിലുള്ള സ്റ്റോറുകൾ ഉണ്ടായിരുന്നു 2 സൈഡിലും. പിന്നെ അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പുകളും അങ്ങനെയുള്ള എല്ലാ സൗകര്യവും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ടേബിൾ ടെന്നീസ് അല്ല, എയർ ടെന്നീസ് അല്ല. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇതൊന്നും കൂടാതെ പിന്നെ തെരുവ് നാടകം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നാടൻ കലാരൂപങ്ങളൊക്കെ നല്ല രസത്തിലൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അന്വേഷിച്ചു ആ രൂപത്തെ. പ്രദർശനത്തിന്റെ ഇടയിൽ ഫോട്ടോ പ്രദർശനം കണ്ടു കഴിഞ്ഞപ്പോ അവിടുന്ന് അധികം വൈകാതെ തന്നെ ആര്യദയാലിൻ്റെ പിന്നെ സച്ചിൻ വാര്യൻ്റെ ഒക്കെ ബാൻഡ് തുടങ്ങിയിട്ടാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട്
ഓ